ഇനി അടുത്തത് സെക്കൻഡ് ഓർഡർ ലീനിയർ ഹോമോജീനിയസ് റിക്കൺസിലേഷൻ വിത്ത് കോൺസ്റ്റന്റ് കോഎഫിഷ്യന്റ് ആണ് നമ്മൾ നോക്കാൻ പോണത്. The general form of a linear reconciliation of order k is given by. അപ്പൊ ഇത്രയാണ് വേണ്ടത് an പ്ലസ് 1 ഈക്വൽ ടു അല്ലെങ്കിൽ മൈനസ് ഡി എ എൻ ഈക്വൽ ടു 0 അല്ലെങ്കിൽ പ്ലസ് ഓർ മൈനസ് എന്താവട്ടെ, ഈ ഒരു ഫോമിലുള്ള റിലേഷൻസ് ആണ് കണ്ടിരുന്നത്. ഇനി ഇതിന്റെ ഓർഡർ മാറുന്നത് സെക്കൻഡ് ഓർഡർ വിത്ത് കോൺസ്റ്റന്റ് കോഎഫിഷ്യൻസ് വരുന്ന ലീനിയർ ആയിട്ടുള്ള റിക്കൺസിലേഷൻസിന്റെ ഇതെന്താണെന്ന് നോക്കാം. So C0 an plus C1 an minus 1 plus C2 an minus 2 ഈ ഒരു ഫോമിലായിരിക്കും the general form of a linear reconciliation of order k is given by ഇതായിരിക്കും. When f of n equal to 0, നേരത്തെ പോലെ തന്നെ f of n ഈ ഒരു f of n എന്ന് പറയുന്നത് 0 ആണെങ്കിൽ ഹോമോജീനിയസ് ആവും. f of n not equal to 0 ആണെങ്കിൽ അത് നോൺ ഹോമോജീനിയസ്. നേരത്തെ പോലെ തന്നെയാണ്. ആകെ നേരത്തെ നമുക്ക് രണ്ട് ടേംസിന്റെ ഒരു റിലേഷൻ ആണെങ്കിൽ ഇപ്പൊ കെ ടേംസ് വരുന്നല്ലേ, അതാണ് ഓർഡർ കെ, ഒരു കെ ടേംസ് വരുന്ന ഒരു റിലേഷൻ നമുക്ക് കിട്ടി. അത്രേ ഉള്ളൂ, വേറെ വ്യത്യാസമൊന്നുമില്ല. അത് ഈ കെ ടേംസ്, ഈ കെ എന്ന് പറയുന്നത് ഈക്വൽ ടു 2 വരുമ്പോഴാണ് സെക്കൻഡ് ഓർഡർ ലീനിയർ ഹോമോജീനിയസ് റിലേഷൻസ് എന്ന് പറയുന്നത്. അത് നമ്മൾ കെ ഈക്വൽ ടു 2 വരും. ഇവിടെ n മൈനസ് 2 എന്ന് പറയും. അതായത് ഇവിടെ നമുക്ക് കെ ഓർഡർ വരുമ്പോൾ ഇതായിരിക്കും റെക്കൺസിലേഷൻ എന്ന് പറയുന്നത്. നമ്മളിപ്പോ ഇത്ര നേരം കണ്ടത് an പ്ലസ് 1 പ്ലസ് ഡി ഓഫ് എ എൻ ഈക്വൽ ടു 0. അതായത് ഒരു ഒറ്റ കോൺസ്റ്റന്റ് കോഎഫിഷ്യന്റ് ഉണ്ടാവുള്ളൂ, രണ്ട് ടേംസേ ഉള്ളൂ, ലീനിയർ ആണത്. ഇങ്ങനത്തെ ഫോമിലുള്ളതാണ് നമ്മൾ കണ്ടത്. ഇവിടേക്ക് നമുക്ക് കുറെ, അതായത് കുറെ എക്സ്ട്രാ ടേംസ് വരെയാണ്, അതായത് കെ ടേംസ് വരെയാണ് ആ ഒരു ഫോം. അതില് കെയുടെ ഫോം ഇതാണെങ്കിൽ കെ ഈക്വൽ ടു 2 എന്നുള്ള ഒരു പെർട്ടിക്കുലർ വാല്യൂ കൊടുക്കുമ്പോഴാണ് C0 an പ്ലസ് C1 an minus 1 plus C2 an minus 2 equal to 0 for all n greater than or equal to 2. ഇനി ഇതിന്റെ സൊല്യൂഷൻ കൂടെ ഉണ്ടാവണമല്ലോ. So we require a solution of the form an c raised to n. ഇതിന്റെ ഒരു സൊല്യൂഷൻ പറയുമ്പോൾ ഈ ഫോമിലേക്ക് വരണം. Substituting an equal to c r raised to n in the general form. നമ്മൾ ഈ ജനറൽ ഫോമിലേക്ക് ഓൾറെഡി ജനറൽ ഫോം പറഞ്ഞിട്ടുണ്ടല്ലോ, അതിലേക്ക് ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ, ഈ ഒരു എന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ CR n minus 1 equal to C0 r square plus C1 r plus C2 equal to 0 നമുക്ക് കിട്ടും. എന്നിട്ട് അതൊരു കോമൺ എടുത്തു, അതായത് നമ്മളുടെ ഈ ഒരു ജനറൽ ഫോമിലേക്ക് an equal to CR raised to n എന്നുള്ള ഫോമിൽ എടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പൊ ഇതിൽ നിന്ന് ഇവിടെ a നോട്ട് എന്ന് പറയുമ്പോൾ എന്താണ് പറഞ്ഞാൽ അങ്ങനെയാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. എന്നിട്ട് ഒരു പർട്ടിക്കുലർ CR raised to n minus 2 കോമൺ ആയിട്ട് പുറത്തേക്ക് എടുത്തു. അതിൽ നമുക്ക് ഇത് ഈക്വൽ ടു, അതൊരു ക്വാഡ്രേറ്റ് ഇക്വേഷൻ കോൾഡ് ഈ ഒരു കിട്ടുന്ന ഇക്വേഷൻ, അതായത് നമ്മളിപ്പോ ഈ CR raised to n minus 1 n minus 2 കോമൺ ആയിട്ട് എടുത്തപ്പോൾ നമുക്ക് കിട്ടിയ ഈ ഒരു ഇക്വേഷൻ ഉണ്ടല്ലോ, ഇതിനെ പറയുന്ന പേരാണ് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എന്ന്. ഈ ഒരു ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ, ഈ കിട്ടിയ ഇക്വേഷനെ സോൾവ് ചെയ്യുമ്പോൾ നമ്മൾ നോർമലായിട്ട് ഒരു ഇക്വേഷൻ ഉണ്ടാവില്ലേ, ax² പ്ലസ് bx പ്ലസ് c എന്നുള്ള നമ്മൾ ഇക്വേഷൻസ് ഒക്കെ നമ്മൾ സോൾവ് ചെയ്യുമല്ലോ, ചെറിയ ക്ലാസ്സിലൊക്കെ പഠിക്കൂലേ. അത് സോൾവ് ചെയ്യുമ്പോൾ കിട്ടുന്ന റൂട്ട്സ്, അതിനെയാണ് ഇതിന്റെ ക്യാരക്ടറിസ്റ്റിക് റൂട്ട്സ് എന്ന് പറയുന്നത്. അതായത് ഈ ഒരു പെർട്ടിക്കുലർ സെക്കൻഡ് ഓർഡർ അല്ലെങ്കിൽ നമ്മളെ ലീനിയർ റെക്കൺസിലേഷൻ വിത്ത് ഓർഡർ കെ എന്തിന്റെയാലും അതിനെ ഒന്ന് ഇതുപോലെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കിട്ടുന്ന ഒരു ഇക്വേഷൻ ആണ് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ. ഈ ഒരു കിട്ടുന്ന ഇക്വേഷനെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എന്ന് പറയും. ഈ ഒരു ഇക്വേഷനെ സോൾവ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആ രണ്ട് വാല്യൂസിനെ നമ്മൾ ക്യാരക്ടറിസ്റ്റിക് റൂട്ട്സ് എന്ന് പറയും. ഈ റൂട്ട്സിന് പ്രത്യേകതയുണ്ട്, അത് ഡിസ്റ്റിങ്ക്റ്റ് ആൻഡ് റിയൽ റൂട്ട്സ് ആവാം, റിയൽ ആൻഡ് ഈക്വൽ റൂട്ട്സ് ആവാം, അല്ലെങ്കിൽ കോംപ്ലക്സ് റൂട്ട്സ് ആവാം. അതായത് ഈ R1 R2 നമുക്ക് കിട്ടുമല്ലോ റൂട്ട്സ്, R1 ആണ് R2 എന്ന് പറഞ്ഞ റൂട്ട്സ് കിട്ടും. ആ R1 R2 എന്ന് പറഞ്ഞാൽ ഈക്വൽ ആവാൻ വേണമെങ്കിൽ ചില കേസിൽ രണ്ട് ഡിസ്റ്റിങ്ക്റ്റ് ആയിരിക്കും, പക്ഷെ റിയൽ ആയിരിക്കും. പക്ഷെ ചില കേസിൽ അത് കോംപ്ലക്സ് റൂട്ട്സ് ആവും. നമ്മൾ നോർമലി ചില ക്ലാസ്സുകളിലൊക്കെ പഠിക്കണതാണ്. അപ്പൊ അത് വെച്ചിട്ട് ഇനി ജനറൽ സൊല്യൂഷൻ, അതായത് ഈ R1 ആൻഡ് R2 നമുക്ക് കിട്ടുന്ന വാല്യൂ വെച്ചിട്ട് നമുക്ക് ആ ജനറൽ സൊല്യൂഷനിൽ എന്തൊക്കെ ഡിഫറൻസ് വരുന്നതാണ് നോക്കുന്നത്.
സോ ദ ജനറൽ സൊല്യൂഷൻ R1 R2 ആർ റിയൽ ആൻഡ് ഡിസ്റ്റിങ്ക്ട്. നമുക്ക് കിട്ടിയ R1 ഈ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്ത് കിട്ടുന്ന R1 R2 ഡിസ്റ്റിങ്ക്ട് ആണ്, അതായത് ഈക്വൽ അല്ല. R1 നോട്ട് ഈക്വൽ ടു R2. അങ്ങനെയാണെങ്കിൽ ലീനിയർ ഇതിന്റെ റെക്കൺസിലിയേഷന്റെ ജനറൽ സൊല്യൂഷൻ എന്ന് പറയുന്നത് ഈ ഫോമിലായിരിക്കും. നമുക്കിപ്പോ ജനറൽ സൊല്യൂഷൻ കണ്ടുപിടിക്കാനാണ് നമ്മൾ നോക്കുന്നത്, അതിന്റെ ഫോം എങ്ങനെയായിരിക്കും എന്നുള്ളത്. ഈക്വൽ ആണെങ്കിൽ ഈ ഫോമിലായിരിക്കും. A1 equal to C1 R1 raised to n, C2 R raised to ഇത്. അടുത്ത ഈക്വൽ ആണെങ്കിൽ AN equal to C1 plus C2 R whole into R raised to n. കോംപ്ലക്സ് ആണെങ്കിൽ കോംപ്ലക്സ് റൂട്ട്സ് എന്ന് പറയുമ്പോൾ ഈ ഫോമിലായിരിക്കുമല്ലോ, ഈ ഒരു ഇതിൽ വരും. ഇത് നമ്മളിപ്പം ചെറിയ ക്ലാസ്സിലൊക്കെ ഒരു റൂട്ട്സ് കിട്ടിയിട്ട് നമ്മളിത് പഠിക്കണുണ്ട്. ഇതിന്റെ ഏതോ ഇതില് സൊല്യൂഷൻ ഫോം എഴുതുമ്പോൾ ഈ ഒരു ഫോമിൽ എഴുതുന്നൊക്കെ നമ്മൾ പഠിക്കും, ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് ഒക്കെ എഴുതുമ്പോൾ. ആ ഒരു സംഭവം തന്നെയാണ്. സോ ഇപ്പൊ നമുക്ക് ഇത്ര നേരം മറ്റേ ടൈപ്പ്, അതായത് ലീനിയർ റിക്കറൻസ് റിലേഷൻസിന്റെ നമ്മൾ സൊല്യൂഷൻ എങ്ങനെയാണ് കണ്ടുപിടിക്കണം. ഇനി അടുത്ത് സെക്കൻഡ് ഓർഡർ ലീനിയർ റിക്കറൻസിലേഷന്റെ സൊല്യൂഷൻസ് കണ്ടുപിടിക്കാനുള്ള നമുക്ക് നോക്കാം. സോ അതായത് നമുക്ക് ഫസ്റ്റ് എന്താണ് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ കണ്ടുപിടിക്കുക. ഒരു റെക്കറൻസിലേഷൻ തന്നിട്ടുണ്ടെങ്കിൽ ആദ്യം ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ കണ്ടുപിടിക്കണം. അത് കഴിഞ്ഞിട്ട് ക്യാരക്ടറിസ്റ്റിക് റൂട്ട്സ് കണ്ടുപിടിക്കണം. ആ റൂട്ട്സ് 3 കേസ് നമ്മൾ ഓൾറെഡി കണ്ടു. അതിൽ ഏത് കേസാണ് നോക്കിയിട്ട് 3 കേസ് കണ്ടു, അതിൽ ഏത് കേസ് സാറ്റിസ്ഫൈ ചെയ്യുമെന്ന് നോക്കിയിട്ട് നമുക്ക് ആ റൂട്ട്സ് വെച്ചിട്ട് നമുക്കിവിടെ 3 കേസുകൾ തന്നിട്ടുണ്ട്, അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഈ തന്നിരിക്കുന്ന റിക്കറൻസ് റിലേഷന്റെ സൊല്യൂഷൻ കിട്ടും. സോ സോൾവ് an plus an minus 1 minus 6 an minus 2 equal to 0 for n greater than or equal to 2, a not equal to minus 1, a1 equal to 8. നമുക്ക് എല്ലാ കണ്ടീഷൻസ് എല്ലാം തന്നിട്ടുണ്ട്. ഇതാണ് നമ്മളുടെ റിക്കറൻസ് റിലേഷൻ. നമുക്കറിയാം an will be equal to CR raised to n എന്നായിരിക്കും എന്നുള്ളത് നമുക്ക് ഓൾറെഡി ഒരു ഇതിന്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് ഈ ഒരു ഫോമിലായിരിക്കും നമ്മൾ ഓൾറെഡി കണ്ടിട്ടുണ്ട്. സോ വിച്ച് ഇംപ്ലൈസ് an minus 1 എന്ന് പറയുമ്പോൾ എന്തായിരിക്കും CR raised to n minus 1 ആയിരിക്കും. an minus 2 എന്തായിരിക്കും CR raised to n minus 2. അതായത് നമുക്കിപ്പം എന്താണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള സ്റ്റെപ്പ്. അതായത് നമുക്ക് ഓൾറെഡി റെക്കൺസിലേഷൻ തന്നിട്ടുണ്ട്, അതിലേക്ക് നമുക്കൊരു ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ കണ്ടുപിടിക്കണം. ഇപ്പൊ an എന്ന് പറയുന്നത് CR raised to n minus 1 n ആയിരിക്കും. അതായത് നമ്മൾ നേരത്തെ കണ്ട, അതായത് an plus 1 equal to d an എന്നുള്ളത് നമ്മൾ കണ്ടിരുന്നല്ലോ. അതിനെ നമുക്ക് അതിന്റെ സൊല്യൂഷൻ എങ്ങനെയായിരുന്നു an equal to a d raised to n ആയിരിക്കുമല്ലോ അതിന്റെ സൊല്യൂഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. ആ സംഭവം തന്നെയാണിത്. an equal to എയുടെ സ്ഥാനത്ത് c എന്ന് വന്നു ഇവിടെ 6 ആയിരിക്കും, ഈ ഡിയുടെ സ്ഥാനത്ത് 6 എന്ന് എഴുതി, r raised to n. ആ ഒരു സംഭവമാണ് എഴുതിയിരിക്കുന്നത്. an equal to CR raised to n. അപ്പൊ an ഇതാണെങ്കിൽ an minus 1 എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു n minus 1 ആവും, n minus 2 ആകുമ്പോൾ ഇവിടെ n minus 2 ആവും. അത്രേ ഉള്ളൂ ചേഞ്ച്. ഇനി ഈ ഓരോ സാധനം ഈ ഇക്വേഷനിലേക്ക് എടുത്തങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഇതാണ് ഇക്വേഷൻ 1 എന്ന് എടുത്തോ. ഈ ഇക്വേഷനിലേക്ക് ഈ ഓരോ വാല്യൂസ് ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കും. അപ്പം an-ന്റെ അടുത്ത് CR raised to n എന്ന് ഇട്ടു, an minus 1 CR raised to n minus 1 എന്ന് ഇട്ടു, n minus 2 എന്ന് പറയുമ്പോൾ CR raised to n minus 2 എന്ന് ഇട്ടു കൊടുത്തു, ഈക്വൽ ടു 0 എന്ന് കിട്ടി. അതായത് നമ്മൾ ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ആ കിട്ടിയിരിക്കുന്ന സാധനം എല്ലാം കൂടെ എടുത്ത് ഇതിലേക്ക് നമ്മളങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു, ഇക്വേഷൻ 1ലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇനി ഇതിലെ ഏറ്റവും ചെറിയ പവർ എന്ന് പറഞ്ഞാൽ r raised to n minus 2 ആണ്. സി ഉണ്ട് ഇവിടെ. അതുപോലെ സിയും ഈ 3 ടേംസിലും കോമൺ ആണ്. അപ്പൊ CR(n-2) നമുക്ക് പുറത്തേക്ക് എടുക്കാം ഈ ഇക്വേഷനിൽ നിന്ന്. ഈ ഇക്വേഷനിൽ നിന്ന് പുറത്തേക്ക് CR raised to n-2 എടുക്കുമ്പോൾ ഇവിടെ CR raised to n ആണ്. n minus n-2 എന്ന് പറയുമ്പോൾ എന്ത് വരും? 2a ഉണ്ടാവുള്ളൂ പവർ ബാക്കി അല്ലെ. അപ്പൊ r raised to 2 വരും. ഇവിടെ n-1 ആണ്. അപ്പൊ n-1 minus n-2 എന്ന് വരുമ്പോ എന്ത് വരും? 1 ആയിരിക്കും പവർ ബാക്കി ഉണ്ടാവുക. അവിടെ 1 വരും. ഇവിടെ 6r raised to n-2 CR raised to n-2 പുറത്തേക്ക് വന്നു. ഇപ്പൊ 6 ആയിരിക്കും കിട്ടിയ. അപ്പൊ എന്തായി? നമ്മളുടെ ഫസ്റ്റ് സ്റ്റെപ്പ്, അതായത് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ നമുക്ക് കിട്ടി. ഇവിടെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ
ഇത് ഇനി നമ്മൾ നോർമലായിട്ട് നമ്മൾ സാധാരണ ഇക്വേഷൻസ് ഒക്കെ എങ്ങനെ സോൾവ് ചെയ്യും, അതുപോലെ അങ്ങ് സോൾവ് ചെയ്തു. അതായത് ഒന്നി മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac/2a ആ ഒരു രീതിയിൽ സോൾവ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് ഇത് ഇങ്ങനെ ഡയറക്റ്റ് സോൾവ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഇങ്ങനെ സോൾവ് ചെയ്യാം. അപ്പൊ ഇവിടെ ആണെങ്കിൽ ബി എന്ന് പറയണത് 1, ബി ഈക്വൽ ടു 1 ആണ്, സി ഈക്വൽ ടു -6, എ ഈക്വൽ ടു 1 ആണ്. ഇത് ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആർ എന്നുള്ളത്, അതായത് ഇതിന്റെ ക്യാരക്ടറിസ്റ്റിക് റൂട്ട് നമുക്ക് കിട്ടും. നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുള്ള. അപ്പൊ ഇതിൽ നിന്ന് ആർ ഈക്വൽ ടു -3യും ആർ ഈക്വൽ ടു 2 എന്ന് കിട്ടി. അപ്പൊ ഇവിടെ നമ്മളൊക്കെ എന്താണ് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ കണ്ടുപിടിച്ചു, അത് സോൾവ് ചെയ്ത് ക്യാരക്ടറിസ്റ്റിക് റൂട്ട്സ് കിട്ടി. ഇനി ഇത് ഏത് കേസ് ആണെന്ന് നോക്കണം. അതായത് 3 കേസ് ഉണ്ടെന്ന് പറഞ്ഞു നമ്മള്. ക്യാരക്ടറിസ്റ്റിക് റൂട്ട്സ് കണ്ടുപിടിക്കുമ്പോൾ 3 കേസ് കിട്ടും പറഞ്ഞു. കേസ് 1 എന്തായിരുന്നു, ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള റൂട്ട്സ്, അതായത് ഡിസ്റ്റിങ്ക്റ്റ് റിയൽ ആയിട്ടുള്ള റൂട്ട്സ്. സെക്കൻഡ് എന്തായിരുന്നു, ഈക്വൽ ആയിട്ടുള്ള റൂട്ട്സ്. തേർഡ് എന്തായിരുന്നു, കോംപ്ലക്സ് റൂട്ട്സ്. ഇവിടെ എന്താണ്, ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള റൂട്ട്സ് ആണല്ലോ. അപ്പൊ ഇതിനെ നമുക്ക് ജനറൽ സൊല്യൂഷൻ എന്തായിരുന്നു, ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള റൂട്ട്സിന്റെ ജനറൽ സൊല്യൂഷൻ എന്തായിരുന്നു, C1R1n പ്ലസ് C2R2n. ഇതാണല്ലോ നമ്മളുടെ ജനറൽ സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഓൾറെഡി നമുക്കറിയാം. സോ R1 എന്ന് പറയുന്നത് -3 എന്നും R2 എന്ന് പറയുന്നത് 2 ആണ്. അല്ലെങ്കിൽ നേരെ തിരിച്ച് R1 നമുക്ക് 2 എടുക്കാം. അതെങ്ങനെയാണ് നമ്മൾ ഇഷ്ടം പോലെ എടുക്കാം, അത് ഡിപ്പെൻസ്. അത് എങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലും കുഴപ്പമില്ല. ഇവിടെ R1 എന്നുള്ളത് 2 എന്നും R2 എന്നുള്ളത് -3 എന്ന് എടുത്തു. എന്നിട്ട് അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. അപ്പൊ നമുക്കൊരു ഇക്വേഷൻ ഫോമിൽ കിട്ടി. ഇനി നമുക്ക് ഈ ഒരു സാധനം കംപ്ലീറ്റ് ആവണമെങ്കിൽ C1ന്റെ C2ന്റെ സൊല്യൂഷൻ, അതായത് C1 C2 എന്താണെന്ന് കണ്ടുപിടിച്ചാലേ ഈ ഒരു സാധനം കംപ്ലീറ്റ് ആവുള്ളൂ. എന്നാലേ നമുക്ക് A1 ഈക്വൽ ടു ഒരു നല്ലൊരു ഫോമിൽ കിട്ടുള്ളൂ ആ ഒരു സൊല്യൂഷൻ. ഇവിടെ നമുക്ക് ഓൾറെഡി A0 ഈക്വൽ ടു -1 എന്നും A1 ഈക്വൽ ടു 8 എന്നുള്ള കണ്ടീഷൻ നമുക്ക് ഓൾറെഡി തന്നു കഴിഞ്ഞിട്ടുണ്ട്. അതിലൊരു ഇതും ഇല്ലല്ലോ. അപ്പൊ നമുക്ക് AN എന്ന് പറയുന്നത് ഈ ഒരു ഫോമിലാണെന്ന് നമുക്ക് അറിയാം. ഇനി A0, അതായത് n ഈക്വൽ ടു 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. A0 ഈക്വൽ ടു -1 ആണ്. സോ A0 എന്ന് പറയുന്നത് n ഈക്വൽ ടു 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത ഈ ഇക്വേഷൻ എന്താവും, A0 ഈക്വൽ ടു C1. 2n സ്ഥലത്ത് n-ന് 0 കൊടുത്തു. 2 പ്ലസ് C2 -3 എന്ന് വരും. A0 എന്ന് പറയുന്നത് -1 ആണ്. ആ -1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഈ 2 അല്ലെങ്കിൽ 1 എന്ത് സാധനം പവർ 0 ഒരു ടേം 0 വരും, അത് ഈക്വൽ ടു 1 ആയിരിക്കും. അപ്പൊ ഇവിടെ ഈ ഒരു ടേം 2 1 ആയി പോവും. -3 1 ആവും. അപ്പൊ ഇവിടെ ആണെങ്കിൽ C1 മാത്രമേ ബാക്കിയാണുള്ളൂ, ഇവിടെ C2. അപ്പൊ -1 ഈക്വൽ ടു C1 പ്ലസ് C2 എന്ന് കിട്ടും. അതുപോലെ n ഈക്വൽ ടു 1, ഈ ഇക്വേഷനിൽ n ഈക്വൽ ടു 1 എന്നുള്ള ഇത് കൊടുത്തു. അപ്പൊ നമുക്ക് എന്ത് കിട്ടും, A1 എന്ന് പറയുന്നത് എന്താണ്, 8 ആണെന്ന് ഓൾറെഡി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. സോ 8 ഈക്വൽ ടു 2 എന്ന് പറയും. അപ്പൊ 2 എന്ന് പറയുമ്പോൾ 2 തന്നെയാണ്. അപ്പൊ 2 ഇൻറ്റു C1 കിട്ടി. C2 ഇൻറ്റു -3n, അത് n 1 ആണ്. അപ്പൊ -3 C2 കിട്ടിയല്ലോ. അപ്പൊ 2 ഇക്വേഷൻസ് നമുക്ക് കിട്ടി, 2ഉം 3. ഈ 2ഉം 3 നമ്മൾ നോർമൽ ആയിട്ട് പണ്ട് ഇപ്പൊ പഠിച്ചിട്ടുള്ളതാണ്. 2 ഇത് തന്നിട്ടുള്ള ഇങ്ങനെ നോർമൽ ആയിട്ട് സോൾവ് ചെയ്യാറ്. ഇതിപ്പോ നോർമൽ ആയിട്ട് ഇവിടെ സോൾവ് ചെയ്തു, 2 വെച്ച് മൾട്ടിപ്ലൈ ആയിട്ട് സോൾവ് ചെയ്തു. അതിൽ നമുക്ക് C2 ഈക്വൽ ടു -2 എന്നും C1 ഈക്വൽ ടു 1 എന്ന് കിട്ടി. അതായത് C1 ഈക്വൽ ടു 1 എന്നും C2 ഈക്വൽ ടു -2 എന്നും നമുക്ക് സൊല്യൂഷൻ കിട്ടി. നമ്മൾ C1 C2ന്റെ വാല്യൂ ആണ് ഇപ്പൊ കണ്ടുപിടിച്ചുകൊണ്ടിരുന്നത്. എന്നിട്ട് ഈ C1 C2നെ നമ്മൾ ഈ ഇക്വേഷനിൽ അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കും. So we get the solution as an equal to 2n minus 2 into -3n. അപ്പൊ നമ്മൾ ഇവിടെ ഈ ഒരു ക്വസ്റ്റ്യനില് അതായത് ഒരു സെക്കൻഡ് ഓർഡർ ലീനിയർ റെക്കറൻസ് റിലേഷൻ തന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ സോൾവ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചെയ്യേണ്ടത് ഫസ്റ്റ് ക്യാരക്ടറിസ്റ്റിക് റൂട്ട്സ് കണ്ടുപിടിക്കണം. ഈ ഒരു സാധനത്തിന്റെ ക്യാരക്ടറിസ്റ്റിക് റൂട്ട്സ് ഇക്വേഷൻ കണ്ടുപിടിച്ചു. അതായത് ഇങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഈ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തിട്ടൊക്കെ റൂട്ട്സ് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ കണ്ടുപിടിച്ചു. ആ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷനെ സോൾവ് ചെയ്ത് നമുക്ക് റൂട്ട്സ് കിട്ടി. ആ റൂട്ട്സിൽ നിന്ന് നമുക്ക് 3 കേസസ് ആയിട്ട് തിരിക്കാൻ പറ്റും. അതായത് എന്താണ് ആ റൂട്ട്സിന്റെ ഫോമിൽ നിന്ന് നമുക്ക് ഏത് ഫോം ആണ് നമുക്ക് കണ്ടുപിടിച്ചു. ഇനി അവിടെ നിന്ന് നമ്മൾ
സോൾവ് ചെയ്ത് C1 ആൻഡ് C2 എന്നുള്ള കോൺസ്റ്റന്റിന്റെ വാല്യൂ കണ്ടുപിടിച്ചു. ഇനി അടുത്തത്, ഇപ്പൊ നമ്മള് ഡിസ്റ്റിങ്ക്ട് റൂട്ട്സിന്റെ കേസ് വരുമ്പോ എങ്ങനെ വരും എന്നുള്ളതാണ് നമ്മൾ കണ്ടത്. ഇപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോ ഇത് സോൾവ് ചെയ്ത് വരുമ്പോ കോംപ്ലക്സ് റൂട്ട്സ് ആണോ, അപ്പൊ അതും നമുക്ക് നോക്കാം. അപ്പൊ ഫസ്റ്റ് സോൾവ് ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന റെക്കറൻസ് റിലേഷൻ. നേരത്തെ പോലെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്തായിരുന്നു നമ്മൾ നേരത്തെ കണ്ടത്, CR⁻n സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇവിടെ n+2 ആണ് ഹയസ്റ്റ് വന്നിരിക്കണം അല്ലേ. അപ്പൊ an+2 എന്ന് പറയുമ്പോൾ CR⁻n+2, an+1 CR⁻n+1. നേരത്തെ നമ്മൾ ഈ തൊട്ടു മുമ്പ് ചെയ്ത ക്വസ്റ്റ്യൻസ് തന്നെ ആയിരിക്കും ആദ്യത്തെ ഫസ്റ്റ് പാർട്ടിലെ ഫോർമാറ്റ് എന്ന് പറയുന്നത്. ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു, സോൾവ് ചെയ്ത് നമുക്ക് ഒരു ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ നമുക്ക് കിട്ടി, R² + R+1. ഇതിനെ നേരത്തെ പറഞ്ഞത് -b ± √b² - 4ac/2a ഈ ഫോമില്. അപ്പൊ ഇവിടെ നമുക്ക് കിട്ടിയ ഇക്വേഷൻ R² + R+1 ആണ് നമുക്ക് കിട്ടിയ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ. അപ്പൊ ഇവിടെ b എന്ന് പറയുന്നത് b = 1, അതായത് ഇതിന്റെ കോഎഫിഷ്യന്റ്, അതായത് a നമ്മൾ പണ്ട് പഠിക്കില്ലേ a² + bx + c. ഈ ഒരു ഫോമിന്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് x will be equal to -b ± √b² - 4ac/2a. അപ്പൊ ഇവിടെ b = 1 ആണ്, c = 1 ആണ്, a = 1 ആണ്. ഇത് നമ്മളെ ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കും. അതായത് -1 ± √b² എന്ന് പറഞ്ഞാൽ 1, 4 × a × c എന്ന് പറഞ്ഞാൽ 4. ദാറ്റ് ഈസ് ഈക്വൽ ടു -1 ± √3i/2 എന്ന് നമുക്ക് കിട്ടും. അതായത് ഈ ഒരു ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ നമ്മൾ കണ്ടുപിടിച്ചു. അതിന്റെ റൂട്ട്സ് നമുക്ക് ഇവിടെ കിട്ടിയിരിക്കണം കോംപ്ലക്സ് റൂട്ട്സ് ആണ്. കോംപ്ലക്സ് റൂട്ട്സ് ആണെങ്കിൽ അതിന്റെ ജനറൽ സൊല്യൂഷൻ എന്ത് ഫോം ആണ് നമ്മൾ ഓൾറെഡി കേസ് 3 കണ്ടതാണ്. ദാറ്റ് ഈസ് an = R⁻n × C1 cos nθ + C2 sin nθ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ തീറ്റയുടെ വാല്യൂ C1 C2 ഒക്കെ കണ്ടുപിടിക്കണം. തീറ്റയുടെ വാല്യൂ C1 C2 ഒക്കെ കണ്ടുപിടിക്കണം, അതാണ് പോകുന്നത്. അപ്പം ഇവിടെ R എന്ന് പറയുന്നത് √a² + b² ആയിരിക്കും. ഈ ഒരു കോംപ്ലക്സ് റൂട്ട്സിന്റെ കോംപ്ലക്സ് ആയിട്ടുള്ള ടേംസ് വരുമ്പോ ഇത് കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും, R എന്ന് പറയുന്നത് √a² + b² ഫോമിലും θ = tan 1b/a. R എന്താ നമുക്ക് സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ =1 എന്ന് കിട്ടും. ആൻഡ് θ = tan 1b/a ആണ്. അപ്പം ദാറ്റ് ഈസ് ഈക്വൽ ടു -π/3 എന്ന് കിട്ടി. തീറ്റയുടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ 2π ഇവിടെ നെഗറ്റീവ് അല്ലേ, -π/3 ആണ്. അപ്പൊ നമ്മള് മാത്സിൽ ഓൾറെഡി ട്രിഗ്നോമെട്രിയിൽ പറയുന്നതാണ്. അതായത് നമുക്കൊരു നെഗറ്റീവ് ആണെങ്കിൽ അതിനെ π - π/3 എന്ന് എഴുതി കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു 2π/3. തീറ്റ = 1 കിട്ടും. നമ്മളിത് പോസിറ്റീവ് ക്വാഡ്രന്റിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി, അതായത് ഫസ്റ്റ് ക്വാഡ്രന്റിലേക്ക് ഇതിപ്പം അങ്ങനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഫോം ചെയ്യുന്നത്. Hence the solution is an = 1/n C1 cos 2nπ/3 + C2 sin 2nπ/3. A1 A0 നമുക്ക് തന്നിട്ടുണ്ട്. നേരത്തെ പോലെ നമുക്ക് C1 C2 കണ്ടുപിടിക്കണം. സോ A0 എന്ന് പറയുന്ന 0, A1 = 1 ആണ്. നമ്മളിത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കും. നേരത്തെ പോലെ തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. തീറ്റ എന്ന് പറയുന്നത് നമുക്ക് ഓൾറെഡി π/3 2π/3 ആണെന്ന് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. അതും കൂടെ ഇതിലങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പൊ എന്നിന്റെ വാല്യൂ ചേഞ്ച് ആവുന്നതനുസരിച്ച് അതും മാറും. ഇപ്പൊ n = 0 ആണെങ്കിൽ ഇവിടെ എന്ത് പറ്റും, ഇവിടെ എന്താണ് 2π/3 അല്ലേ തീറ്റ നമുക്ക് കിട്ടിയിരിക്കുന്നത്. ജനറൽ സൊല്യൂഷന്റെ ഫോം എന്ന് പറയുന്നത് C1 cos nθ + C2 sin nθ. ഇതാണ് ജനറൽ സൊല്യൂഷനിലുള്ള ആ ഒരു സൈനും കോസും വരുന്ന ഫോമിൽ വരുമ്പോ ഇതാണല്ലോ കിട്ടിയിരിക്കുന്നത്. തീറ്റ അപ്പൊ തീറ്റ എന്ന് പറയുമ്പോൾ ഇവിടെ 2π/3 ആണ്. അപ്പൊ C1 cos 2nπ/3 + C2 sin 2nπ/3. ഇവിടെ n മാറുന്നതനുസരിച്ച് ഇതിന്റെ സൈനിന്റെയും കോസിന്റെയും വാല്യൂ ഇവിടെ മാറിക്കൊണ്ടിരിക്കും അല്ലെ.
ഇവിടെ ഫസ്റ്റ് എ നോട്ടാണ്, അതായത് 0 എന്നുള്ള കണ്ടീഷൻ. അപ്പം എ നോട്ട് ഈക്വൽ ടു, അത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. എ നോട്ട് ഈക്വൽ ടു 0 ആണെന്ന് ഓൾറെഡി തന്നിട്ടുണ്ട്. ഇതാണ് നമ്മളുടെ ജനറൽ സൊല്യൂഷൻ. ഇതിലേക്ക് എ നോട്ട് A1 വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. എ നോട്ട് ഈക്വൽ ടു 1/0 ആയി. C1 കോസ് ഇവിടെ 0 ആണ്, അപ്പൊ ഇത് ഫുൾ ടേം അങ്ങ് 0 ആയി. അപ്പൊ തീറ്റയുടെ വാല്യൂ എന്തായി? 0 ആയി. അപ്പൊ C1 കോസ് 0 പ്ലസ് C2 സൈൻ 0. അപ്പൊ നമുക്ക് കോസ് 0 സൈൻ 0ന്റെ ഒക്കെ വാല്യൂസ് ഓൾറെഡി അറിയാം. അതിൽ നമുക്ക് കിട്ടും. ഇപ്പൊ ഇവിടെ എന്തായി? 0 ഈക്വൽ ടു C1 എന്നായി. ദാറ്റ് ഇസ് C1 ഈക്വൽ ടു 0 എന്ന് കിട്ടി നമുക്ക്. C1ന്റെ വാല്യൂ 0 ആണ്. ഇനി അടുത്ത് A1 ഈക്വൽ ടു 1 കൊടുത്തു. A1 ഈക്വൽ ടു 1 കൊടുത്തു. അപ്പൊ നമുക്ക് ഈ ഒരു ഫോമില് എന്നിന്റെ സ്ഥലത്ത് എല്ലാം 1 ആയി അല്ലേ? 1 ആകുമ്പോൾ എന്ത് പറ്റും? 1 ഈക്വൽ ടു C1 ഇൻറ്റു കോസ് 2π/3 എന്ന് പറഞ്ഞാൽ -1/2 ആണ്. സൈൻ 2π/3 എന്ന് √3/2 ആണ്. ദാറ്റ് ഇസ് 0 പ്ലസ് √3/2 C2 എന്ന് കിട്ടും. C2 ഈക്വൽ ടു 2/√3. ഇതിനെ നമ്മൾ തിരിച്ച് ഈക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. C1ന്റെ വാല്യൂ C2ന്റെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. an ഈക്വൽ ടു 1/n. C1 0 ആണ്. C2 എന്ന് പറയുന്നത് 2/√3 സൈൻ 2nπ/3. ഇതാണ് ആ ഒരു റിക്കറൻസ് റിലേഷന്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത്. അടുത്തത് ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. അതായത് നേരത്തെ നമ്മൾ ഓൾറെഡി നമ്മുടെ ഫസ്റ്റ് 2 കേസ് കണ്ടു. അതായത് ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള റൂട്ട്സ് വന്നെങ്കിൽ, രണ്ടാമത്തെ കേസ് കോംപ്ലക്സ് റൂട്ട്സ്. ഇവിടെ വന്നപ്പോൾ ഈക്വൽ റൂട്ട്സ് വന്നു. അത് വേറെ വ്യത്യാസമൊന്നുമില്ല. അപ്പൊ നേരത്തെ പോലെ തന്നെ ഇതാണ് നമ്മളുടെ റെക്കറൻസ് റിലേഷൻ. പ്രത്യേകിച്ച് ഒന്നുമില്ല. ആ റെക്കറൻസ് റിലേഷൻ നേരത്തെ ചെയ്ത അതേ സ്റ്റെപ്സ് പോലെ തന്നെ ഇക്വേഷൻസ് ഇട്ടു, ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു, ഇതൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു, ഈ സ്ഥാനത്തിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇനി നമ്മൾ അതിൽ നിന്ന് ഒരു ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ കണ്ടുപിടിച്ചു. ഇവിടെ കിട്ടിയിരിക്കുന്ന ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ r² - 4r + 4 = 0 എന്ന് കിട്ടി. ഇതിനെ സോൾവ് ചെയ്യുമ്പോൾ r1 = r2 = 2 എന്ന് കിട്ടും. ഈക്വൽ റൂട്ട്സ് ആണ്. അപ്പം ഈക്വൽ റൂട്ട്സ് ആണെങ്കിലുള്ള ജനറൽ സൊല്യൂഷൻ എന്താണ്? an = C1 + C2 n r⁻n ആണ്. നമുക്ക് അത് ഓൾറെഡി നമ്മൾ ആ ഇക്വേഷനിൽ കണ്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ C1 C2ന്റെ വാല്യൂസ് നമ്മൾ നേരത്തെ പോലെ കണ്ടുപിടിക്കാൻ പോവാണ്. അതിന് വേണ്ടിയിട്ട് A0ന്റെയും A1ന്റെയും വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്. അത് ഈ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അതായത് at n = 0 എന്ന് വരുമ്പോൾ C1 = 1 എന്ന് കിട്ടും. n = 1 വരുമ്പോൾ C1 ഓൾറെഡി 1 കിട്ടിയിട്ടുണ്ട്. ആ C1നെ നമ്മൾ ഈ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ C2 = 1/2 എന്ന് കിട്ടും. C1 C2ന്റെ വാല്യൂ എടുത്ത് ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ an = 1 + 1/2 n × 2n എന്ന് നമുക്ക് കിട്ടും. സോ ഇന്നത്തെ ഇത്രയും മതി. ഇനി അടുത്ത ക്ലാസ്സിൽ അടുത്ത ടോപ്പിക്ക് നോക്കാം. അപ്പൊ ഇത്രയും പറഞ്ഞാൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ.